കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ. എന്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. അങ്ങ് എനിക്ക് ചെവി തരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് വേഗം ഉത്തരം തരണമേ. അവിടെയൊക്കെ നമ്മൾ നിന്നു പോകുന്നല്ലേ? നമ്മുടെ എല്ലാം ഏറ്റവും വലിയ ആഗ്രഹം ഇതൊക്കെ തന്നെയല്ലേ? എന്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. എനിക്ക് ചെവി തുറന്നു തരണേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരം തരണേ കർത്താവേ. സങ്കടത്തില് നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇത് തന്നെയാണ്. പീഡിതന്റെ പ്രാർത്ഥന എന്നല്ല, നമ്മുടെയൊക്കെ പേരെടുത്ത് വിളിച്ച് ഇതെന്റെ പ്രാർത്ഥന എന്നൊക്കെ നമ്മൾ പറയണം. 4ാമത്തെ വാക്യം ഇങ്ങനെയാണ്. 3 ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പിന്നീട് വായിക്കണേ. 4ാം വാക്യം, എന്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു, ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു, കരഞ്ഞ് കരഞ്ഞ് ഞാൻ എല്ലും തോലുമായി. വാട്ട് യു ആർ ഗോയിങ് ത്രൂ. ഇതിപ്പോ കടന്നു പോകുന്ന എന്ത് സങ്കടമാണേലും വേക്കപ്പ്. ഈശോയെ നോക്ക്. പുരമുകളിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാതെ നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഈശോയുടെ അടുത്ത് കുറച്ചു നേരം പോയിട്ട് ആവലാതിയെങ്കിൽ ആവലാതി, പരാതിയെങ്കിൽ പരാതി കൊണ്ട് ഇറക്കി വെക്കണോ. നമുക്ക് വേറെ ആരോ ഉള്ള? ഈശോ ഉണ്ടല്ലോ. ജോബൊക്കെ ഇങ്ങനെ പറയുന്നില്ലേ പഴയ നിയമത്തിൽ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ്